40 വർഷം മുൻപ് നടന്ന കൊലപാതക കേസിലെ പ്രതിയെ ഒടുവിൽ പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വെളിയം പടിഞ്ഞാറ്റിൻകര സ്വദേശിയായ ചന്ദ്രശേഖരൻ പിള്ളയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി മോഹനൻ പിള്ളയാണ് 4 പതിറ്റാണ്ടുകൾക്കു ശേഷം പോലീസ് പിടിയിലാകുന്നത്. 1987 ജനുവരി 11 വൈകിട്ട് 6 മണിയോടെയായിരുന്നു നാടിന് നടുക്കിയ സംഭവം നടന്നത്. വെളിയം പടിഞ്ഞാറ്റിൻകര കോടിയാട്ട് വീട്ടിൽ മോഹനൻ പിള്ള തന്റെ സഹോദരിയുടെ ഭർത്താവായ ചന്ദ്രശേഖരൻ പിള്ളയെ വെട്ടുകയായിരുന്നു. മദ്യപിച്ച് വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയ മോഹനൻപിള്ള ചന്ദ്രശേഖരൻ പിള്ളയുടെ കഴുത്തിൽ 3ഓളം മാരകമായ വെട്ടുകൾ ഏൽപ്പിച്ചു. മരണം ഉറപ്പാക്കിയ ശേഷമാണ് പ്രതി സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടത്. കൃത്യം നടക്കുമ്പോൾ പ്രതിക്ക് 25 വയസ്സായിരുന്നു പ്രായം. കൊലപാതകത്തിന് ശേഷം ആദ്യം വേളാങ്കണ്ണിയിലേക്ക് കടന്ന പ്രതി അവിടെ ഒളിവിൽ കഴിഞ്ഞു. പിന്നീട് കോട്ടയം കല്ലറ എന്ന സ്ഥലത്ത് തോട്ടം തൊഴിലാളിയായി ജോലി നോക്കുകയായിരുന്നു. ഇവിടെ വെച്ച് തന്റെ യഥാർത്ഥ പേര് ഒളിപ്പിച്ചു വെച്ച് മറ്റൊരു പേരിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും കുടുംബവുമായി താമസിച്ചു വരികയുമായിരുന്നു. വർഷങ്ങളായി പോലീസിനെ വെട്ടിച്ചു കഴിഞ്ഞിരുന്ന പ്രതിയെ കുടുക്കിയത് അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളായിരുന്നു. അടുത്തിടെ അസുഖം ബാധിച്ചതിനെ തുടർന്ന് പ്രതി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇവിടെ വെച്ച് വെളിയം സ്വദേശിയായ ഒരാളെ പ്രതി അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി. തുടർന്ന് നാട്ടിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇയാൾ അന്വേഷിച്ചതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. വിവരമറിഞ്ഞ പൂച്ചാക്കൽ പോലീസ് കേസ് അന്വേഷണം വീണ്ടും ഊർജിതമാക്കുകയായിരുന്നു. 40 വർഷം മുമ്പ് സഹോദരി ഭർത്താവായ ആളിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സഹോദരി ഭർത്താവായ ചന്ദ്രശേഖര പിള്ള എന്ന് പറയുന്ന ആളിനെയാണ് 11/1/1987 വൈകുന്നേരം ഒരു 6 മണിയോടെ വെട്ടുകത്തി കൊണ്ട് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത്. മോഹനൻ പിള്ള എന്നാണ് ഇയാളുടെ പേര്. കൊലപാതകത്തിന് ശേഷം ഇയാൾ ഇവിടുന്ന് നേരെ വേളാങ്കണ്ണിയിൽ പോവുകയും അവിടെ കുറച്ച് നാൾ ഹോട്ടലിൽ ജോലിക്കുന്നതിന് ശേഷം കോട്ടയത്ത് തോട്ടപ്പണിക്കായി പോവുകയാണ് ഉണ്ടായത്. അവിടെ കുറച്ചാൾ ജോലി ചെയ്തതിന് ശേഷം അവിടെയുള്ളൊരു സ്ത്രീയുമായി വിവാഹം കഴിച്ചു. 35-37 വയസ്സുള്ള 2 മക്കളെ ഇയാൾക്കുണ്ട്. അവിടെ മറ്റൊരു പേരിലാണ് അയാൾ താമസിച്ചിട്ടുള്ളത്. പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ കൊലപാതക കേസ് കോടതിയിൽ പെൻഡിങ് ആയതുകൊണ്ട് പല രീതിയിലുള്ള ടീമുകൾ രൂപീകരിച്ച് അന്വേഷിച്ച് വരികയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഷാജി സുഗുണ സാറ് ചാർജെടുത്ത ശേഷം പ്രത്യേക നിർദ്ദേശം തരികയും പ്രതിയിൽ നിന്ന് കിട്ടിയ ചില സൂചനകൾ, നാട്ടിലെ ചില ആൾക്കാർക്ക് കിട്ടിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയുടെ ബന്ധുക്കളെയും മറ്റും കണ്ട് രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചു. ഒടുവിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രതിയുമായി സംസാരിച്ചയാളിൽ നിന്നും ലഭിച്ച നിർണായക സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. കൃത്യമായ നീക്കത്തിലൂടെ പൂച്ചാക്കൽ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു.